ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കല്യാൺ സാരീസ്, അരയിടത്ത് പാലം, കോഴിക്കോട്. നമസ്കാരം. ജില്ലാ വാർത്തകൾ. പുസ്തകങ്ങളിലെ അക്ഷരങ്ങൾ മാത്രമല്ല വിദ്യാർത്ഥികൾക്ക് ആവശ്യം. വെയിലും മഴയും മേൽക്കാതെ സുരക്ഷയോടെ പഠിക്കാനുള്ള സൗകര്യങ്ങളാണ് ആദ്യം വേണ്ടത്. എന്നാൽ അധികാരികളുടെ അനാസ്ഥ കാരണം തെരുവിലായത് ഒരു പറ്റം കുരുന്നുകളാണ്. അവർക്ക് വേണ്ടത് വാഗ്ദാനങ്ങളല്ല, സ്വന്തമായൊരു പഠിക്കാനുള്ള കെട്ടിടം മാത്രം. റിപ്പോർട്ട് പ്രധാന വാർത്തകൾക്കു ശേഷം. സംസ്ഥാനത്തെ മുഴുവൻ പൊതുവിദ്യാലയങ്ങളെയും മെച്ചപ്പെടുത്തുന്ന പ്രവർത്തനങ്ങളുമായാണ് സമഗ്ര വിദ്യാഭ്യാസ പദ്ധതി മുന്നോട്ട് പോകുന്നതെന്ന് മന്ത്രി എം.കെ. മുനീർ. സംസ്ഥാനത്ത് സാമ്പത്തിക പ്രയാസങ്ങൾ ഉണ്ടെങ്കിലും ജീവനക്കാർക്ക് ആനുകൂല്യങ്ങൾ ലഭ്യമാക്കുന്നതിൽ സർക്കാർ ഒരു തടസ്സവും ഉണ്ടാക്കില്ലെന്ന് മന്ത്രി ആര്യാടൻ മുഹമ്മദ്. രണ്ട് ദിവസങ്ങളിലായി കോഴിക്കോട്ട് നടന്ന ABVP സംസ്ഥാന സമ്മേളനത്തിന് സമാപനമായി. വാർത്തകൾ വിശദമായി. വിദ്യാഭ്യാസ അവകാശ നിയമത്തിന്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്തെ മുഴുവൻ പൊതുവിദ്യാലയങ്ങളെയും മെച്ചപ്പെടുത്തുന്ന പ്രവർത്തനങ്ങളുമായാണ് സമഗ്ര വിദ്യാഭ്യാസ പദ്ധതി മുന്നോട്ട് പോകുന്നതെന്ന് പഞ്ചായത്ത് സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ എം.കെ. മുനീർ. കോഴിക്കോട് സൗത്ത് നിയോജക മണ്ഡലം സമഗ്ര വിദ്യാഭ്യാസ പദ്ധതിയായ മെലഡിയുടെ ഉദ്ഘാടനം മാനാഞ്ചിറ ഗവൺമെന്റ് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കോഴിക്കോട് നഗരം നിലനിർത്തി പോന്നിട്ടുള്ള വിദ്യാഭ്യാസപരവും സാംസ്കാരികവുമായ തനിമ നിലനിർത്തുകയും നവീകരിക്കുകയും ആധുനികവൽക്കരിക്കുകയും ചെയ്യേണ്ടതുണ്ട്. വിദ്യാലയങ്ങളുടെ കെട്ടും മട്ടും ഉള്ളടക്കവും നാളത്തെ തലമുറയുടെ ആവശ്യങ്ങൾ നിറവേറ്റാനും ഭാവി നിർണ്ണയിക്കാനും തക്കവിധം പ്രാപ്തമാക്കേണ്ടതുണ്ട്. അതിന് സഹായകമായ രീതിയിൽ വിവിധ പദ്ധതികൾ തയ്യാറാക്കി നടപ്പിലാക്കാൻ നിയോജകമണ്ഡലം MLAയും പഞ്ചായത്ത് സാമൂഹ്യനീതി വകുപ്പ് മന്ത്രിയുമായ ഡോക്ടർ എം.കെ. മുനീർ നേതൃത്വം നൽകി തയ്യാറാക്കിയ സമഗ്ര വിദ്യാഭ്യാസ പദ്ധതിയാണ് മെലഡി. ഉന്നതമായ അധ്യയന നിലവാരം, മികച്ച അധ്യയന സൗകര്യങ്ങൾ, ഭൗതിക സൗകര്യങ്ങളുടെ നവീകരണം, ശിശു സൗഹൃദവും പരിസ്ഥിതി സൗഹൃദവുമായ സ്കൂൾ, ആധുനിക സൗകര്യങ്ങളോടുകൂടിയ ലൈബ്രറിയും ലബോറട്ടറിയും, ആരോഗ്യകരമായ പാചകപ്പുരയും ഭക്ഷണ വിതരണ രീതിയും എന്നിവയുമാണ് ഈ പദ്ധതിയിലൂടെ സാധ്യമാക്കാൻ ഉദ്ദേശിക്കുന്നത്. മാനാഞ്ചിറ ഗവൺമെന്റ് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ചടങ്ങിൽ പഞ്ചായത്ത് സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ എം.കെ. മുനീർ മെലഡി പദ്ധതി ഉദ്ഘാടനം ചെയ്തു. കോഴിക്കോട് കോർപ്പറേഷൻ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഉഷാദേവി ടീച്ചർ അധ്യക്ഷത വഹിച്ചു. ജില്ലാ കളക്ടർ C.A. ലത മുഖ്യാതിഥിയായിരുന്നു. പ്രസന്നകുമാരി കാവുള്ളപുരയിൽ, കെ മൊയ്തീൻ കോയ, പി കിഷൻചന്ദ്, OM സൈബുനിസ ബീവി, പി കുഞ്ഞമ്മദ്, കെ ഭാസ്കരൻ, KM വിനയകുമാർ, ഡി ശുഭദമ്മ, NA റസാഖ് തുടങ്ങിയവർ സംബന്ധിച്ചു. സംസ്ഥാനത്തെ സാമ്പത്തിക പ്രയാസങ്ങൾ ഉണ്ടെങ്കിലും ജീവനക്കാർക്ക് ആനുകൂല്യങ്ങൾ ലഭ്യമാക്കുന്നതിൽ സർക്കാർ ഒരു തടസ്സവും ഉണ്ടാക്കുകയില്ലെന്ന് മന്ത്രി ആര്യാടൻ മുഹമ്മദ്. കേരള പ്രദേശ് സ്കൂൾ ടീച്ചേഴ്സ് യൂണിയന്റെ കോഴിക്കോട് റവന്യൂ ജില്ലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരള പ്രദേശ് സ്കൂൾ ടീച്ചേഴ്സ് യൂണിയന്റെ കോഴിക്കോട് റവന്യൂ ജില്ലാ സമ്മേളനം രാജീവ് ഗാന്ധി ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ചു. 2 ദിവസങ്ങളിലായി നടക്കുന്ന സമ്മേളനം മന്ത്രി ആര്യാടൻ മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്ത് സാമ്പത്തിക പ്രയാസം ഉണ്ടെങ്കിലും ജീവനക്കാർക്ക് ആനുകൂല്യങ്ങൾ ലഭ്യമാക്കുന്നതിൽ സർക്കാർ ഒരു തടസ്സവും ഉണ്ടാക്കുകയില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. ഏത് പ്രതിസന്ധികളെയും തരണം ചെയ്ത് കർമ്മപഥത്തിൽ തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച കേരളത്തിന്റെ സ്വന്തം വൈദ്യുതി മന്ത്രി ശ്രീ ആര്യാടൻ മുഹമ്മദ് ജിയോട് പക്ഷേ ഒരു അധ്യാപകന് ഒരാൾക്ക് പോലും അപ്രൂവൽ ഒന്നും കൊടുക്കാതെ, ശമ്പളവും കൊടുക്കാതെ അവരിറങ്ങിപ്പോയി. ആ ജോലിയൊക്കെ ചെയ്തത് ഈ ഗവൺമെന്റാണ് എന്നുള്ള കാര്യം നിങ്ങൾ ഓർക്കണം. റവന്യൂ ജില്ലാ പ്രസിഡന്റ് മുനീർ എരവത്ത് അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ DCC പ്രസിഡന്റ് KC അബു മുഖ്യപ്രഭാഷണം നടത്തി. KPCC ജനറൽ സെക്രട്ടറിമാരായ N സുബ്രഹ്മണ്യൻ, അഡ്വക്കേറ്റ് KP അനിൽകുമാർ, അഡ്വക്കേറ്റ് T സിദ്ദിഖ്, UDF ജില്ലാ ചെയർമാൻ അഡ്വക്കേറ്റ് P ശങ്കരൻ, KPCC സെക്രട്ടറി അഡ്വക്കേറ്റ് K പ്രവീൺകുമാർ, P മോഹൻദാസ്, VK വിജയൻ, PP നൌഷീർ, E പ്രദീപ് കുമാർ, M സതീഷ്, KK അലി എന്നിവർ സംബന്ധിച്ചു.
വകുപ്പ് തല പുനഃസംഘടന ത്വരിതപ്പെടുത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള ഗവൺമെന്റ് വെറ്റിനറി ഓഫീസേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ധർണ നടത്തി. കലക്ട്രേറ്റ് പടിക്കൽ നടന്ന ധർണ ജില്ലാ സഹകരണ ബാങ്ക് പ്രസിഡന്റ് മനേത്ത് ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. വകുപ്പ് തല പുനഃസംഘടന ത്വരിതപ്പെടുത്തുക, ഗീതാ പോറ്റി കമ്മീഷൻ റിപ്പോർട്ട് നടപ്പിലാക്കുക, സ്ഥലംമാറ്റ മാനദണ്ഡങ്ങൾ ഉറപ്പുവരുത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് കേരള മൃഗസംരക്ഷണ വകുപ്പിലെ വെറ്റിനറി ഡോക്ടർമാരുടെ സർവീസ് സംഘടനയായ കേരള ഗവൺമെന്റ് വെറ്ററിനറി ഓഫീസേഴ്സ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ ഗവൺമെന്റ് വെറ്ററിനറി ഡോക്ടർമാർ കലക്ടറേറ്റ് ധർണ നടത്തിയത്. സംസ്ഥാന വ്യാപകമായി എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും ധർണ നടത്തി. മുഴുവൻ വെറ്ററിനറി ഡോക്ടർമാരും ധർണയിൽ പങ്കെടുത്തു. കലക്ടറേറ്റ് പടിക്കൽ നടന്ന ധർണ ജില്ലാ സഹകരണ ബാങ്ക് പ്രസിഡന്റ് മനേത്ത് ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ആർ സ്നേഹരാജ് അധ്യക്ഷത വഹിച്ചു. സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് അംഗം ഡോക്ടർ ബേബി, ഡോക്ടർ CK ഷാജി, ഡോക്ടർ ബിക്രാന്ത്, ഡോക്ടർ ഗിരീഷ് കുമാർ എന്നിവർ ധർണയ്ക്ക് നേതൃത്വം നൽകി. മലാപ്പറമ്പ് AUP സ്കൂൾ അടച്ചുപൂട്ടാനുള്ള സർക്കാർ ഉത്തരവ് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് കേരള സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ DDO ഓഫീസ് മാർച്ച് സംഘടിപ്പിച്ചു. DDO ഓഫീസിന് മുന്നിൽ നടന്ന ധർണയിൽ KSTA ജില്ലാ പ്രസിഡന്റ് PP രഘുനാഥ് അധ്യക്ഷത വഹിച്ചു. മലാപ്പറമ്പ് AUP സ്കൂൾ അടച്ചുപൂട്ടാനുള്ള സർക്കാർ ഉത്തരവ് പിൻവലിക്കണമെന്ന ആവശ്യവുമായി കേരള സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ DDE ഓഫീസ് മാർച്ച് സംഘടിപ്പിച്ചു. ആദായകരമല്ലെന്ന പേരിലാണ് സ്കൂൾ അടച്ചുപൂട്ടാനുള്ള തീരുമാനം സർക്കാർ എടുത്തത്. പാവപ്പെട്ട കുട്ടികൾക്ക് പ്രയോജനമാവുന്ന സ്കൂൾ അടച്ച് റിയൽ എസ്റ്റേറ്റ് മാഫിയകളെ സഹായിക്കാനാണ് സ്കൂളിന്റെ മാനേജറും സർക്കാരും ശ്രമിക്കുന്നത്. മലാപ്പറമ്പ് AUP സ്കൂൾ പോലെ നിരവധി സർക്കാർ സ്കൂളുകൾ ഇന്നുണ്ട്. അവയെ സംരക്ഷിക്കേണ്ടതുണ്ട്. അതിനാൽ സർക്കാരിന്റെ ഈ തീരുമാനം പുനഃപരിശോധിക്കണമെന്നും പൊതുവിദ്യാഭ്യാസ മേഖലയെ തകർക്കുന്ന ഇത്തരം നടപടികൾ നിർത്തലാക്കണമെന്നും അധ്യാപകർ ആവശ്യപ്പെട്ടു. DDE ഓഫീസിന് മുന്നിൽ നടന്ന ധർണയിൽ KSTA ജില്ലാ പ്രസിഡന്റ് PP രഘുനാഥ് അധ്യക്ഷത വഹിച്ചു. KSTA സംസ്ഥാന ട്രഷറർ AK ഉണ്ണികൃഷ്ണൻ, സംസ്ഥാന കമ്മിറ്റി അംഗം P രജനി, VP ഇന്ദിര, PK സതീഷ്, RV അബ്ദുള്ള എന്നിവർ ധർണയിൽ സംസാരിച്ചു. ABVP 30ാം സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ചുള്ള പ്രതിനിധി സമ്മേളനം സ്നേഹാഞ്ജലി ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ചു. സമ്മേളനത്തോടനുബന്ധിച്ച് സ്വയംഭരണ കോളേജുകൾ കേരളത്തിന് ആവശ്യമോ എന്ന വിഷയത്തിൽ നടന്ന സെമിനാർ കേരള വെറ്റിനറി സർവകലാശാല VC അശോക് കുമാർ ഉദ്ഘാടനം ചെയ്തു. ABVPയുടെ 30ാം സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായുള്ള പ്രതിനിധി സമ്മേളനം കോഴിക്കോട് സ്നേഹാഞ്ജലി ഓഡിറ്റോറിയത്തിൽ നടന്നു. സമ്മേളനത്തോടനുബന്ധിച്ച് സ്വയംഭരണ കോളേജുകൾ കേരളത്തിന് ആവശ്യമോ എന്ന വിഷയത്തിൽ വിദ്യാഭ്യാസ സെമിനാർ സംഘടിപ്പിച്ചു. സെമിനാർ കേരള വെറ്റിനറി സർവകലാശാല VC അശോക് കുമാർ ഉദ്ഘാടനം ചെയ്തു. അതേസമയം ഭരണഘടന നിഷ്കർഷിച്ച് മൈനോറിറ്റി സ്ഥാപനങ്ങൾ സ്ഥാപിച്ചെടുത്തിരിക്കുന്നതായിട്ടുള്ള ഒരു അവകാശത്തെ സ്കീമിന്റെ കീഴിലേക്ക് കൊണ്ട് കണ്ടിക്കാൻ സാധിക്കുകയില്ല. നിയമ പോരാട്ടത്തിൽ മൈനോറിറ്റി സ്റ്റാറ്റസിൽ മാത്രമായിരിക്കും പ്രാമുഖ്യം കിട്ടുക. ABVP സംസ്ഥാന സെക്രട്ടറി ഡോക്ടർ BR അരുൺ വിഷയാവതരണം നടത്തി. ABVP അഖിലേന്ത്യാ സഹസംഘടനാ സെക്രട്ടറി KN രഘുനന്ദൻ, വിദ്യാഭ്യാസ സംരക്ഷണ സമിതി സംസ്ഥാന കോർഡിനേറ്റർ A വിനോദ്, CK രാകേഷ്, A പ്രസാദ് എന്നിവർ സംബന്ധിച്ചു. വാർത്തയിൽ ഒരിടവേള. The handcrafted collection by Kalyan Sarees. അരയിടത്ത് പാലം, കോഴിക്കോട്. ജനലക്ഷങ്ങൾ ഏറ്റുവാങ്ങിയ കളഭച്ചാർത്ത് സ്ത്രീകൾക്കായി ഒരുക്കുന്നു ഒരു സുവർണാവസരം. കളഭച്ചാർത്തിൽ പങ്കാളികളായിക്കൊണ്ട് പ്രതിമാസം 12,000 രൂപ വരെ വരുമാനം. വിശദ വിവരങ്ങൾക്ക് വിളിക്കുക 04912576 ഓരോ വീട്ടിലും ഇനി കളഭച്ചാർത്തിന്റെ പവിത്രത നിറയട്ടെ. ചേച്ചി റെഡി? എങ്ങനെ നന്നായിട്ടുണ്ടോ? ജ്വല്ലറി ഒന്നും ഇടുന്നില്ലേ? ജ്വല്ലറി കൂളറി എനിക്ക് വേണ്ട. എല്ലാ ഫ്രണ്ട്സും കളിയാക്കില്ലേ. ഓൾസോ ഓൾ ദിസ് ഇസ് നോട്ട് കൂൾ എനിമോർ. കൂളല്ല പോലും. നിന്നെ ഞാൻ ഇപ്പൊ ശരിയാക്കി തരാട്ടോ. ചേച്ചി ഹായ്. 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 ഇപ്പൊ എന്തു പറയുന്നു നിന്റെ ഫ്രണ്ട്സ്? ഇപ്പൊ പുതിയൊരു പ്രോബ്ലം തുടങ്ങി. Mind Diamonds from Malabar Gold and Diamonds. വാർത്തകൾ തുടരുന്നു. റേഷൻ വ്യാപാരികളുടെ ആവശ്യങ്ങൾ സർക്കാർ പരിഗണിച്ചില്ലെങ്കിൽ ഫെബ്രുവരി 15 മുതൽ അനിശ്ചിതകാല സമരം നടത്തുമെന്ന് കേരള സ്റ്റേറ്റ് റേഷൻ ഡീലേഴ്സ് കോർഡിനേഷൻ കമ്മിറ്റി. സ്പോർട്സ് കൌൺസിൽ ഹാളിൽ സംഘടിപ്പിച്ച ജനറൽ ബോഡി യോഗത്തിലാണ് ഈ തീരുമാനം.
കേരള സ്റ്റേറ്റ് റേഷൻ ഡീലേഴ്സ് കോർഡിനേഷൻ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ റേഷൻ വ്യാപാരികളുടെ ജനറൽ ബോഡി യോഗം സ്പോർട്സ് കൌൺസിൽ ഹാളിൽ സംഘടിപ്പിച്ചു. സർക്കാരിലേക്ക് സംഘടനകൾ സമർപ്പിച്ച നിവേദനങ്ങളിലൊന്നും യാതൊരു പരിഹാരവും ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. നവംബർ മുതൽ സംസ്ഥാനത്ത് APL കാർഡുകൾ നൽകിയിരുന്ന ഗോതമ്പ് പരിപൂർണമായി നിർത്തലാക്കി. BPL കാർഡുടമകൾക്ക് നൽകിയ ഗോതമ്പ് പകുതിയാക്കി. മണ്ണെണ്ണ വിതരണം നാമമാത്രമാക്കി. പഞ്ചസാര വിതരണവും യഥാസമയത്ത് നടക്കുന്നില്ല. കൂടാതെ റേഷൻ വ്യാപാരികളെ അവഗണിച്ചുകൊണ്ടാണ് ബജറ്റിലെ പ്രഖ്യാപനങ്ങളും. ഇതിനെതിരെ ഫെബ്രുവരി 15-ന് തുടങ്ങുന്ന അനിശ്ചിതകാല സമരത്തിന് മുന്നോടിയായി ഫെബ്രുവരി 1 മുതൽ ഇന്റന്റ് ബഹിഷ്കരിക്കുവാനും സ്റ്റോക്ക് എടുക്കുന്നത് നിർത്തിവെക്കുവാനും ഫെബ്രുവരി 6-ന് റേഷൻ കടകളടച്ച് ജില്ലാ കേന്ദ്രങ്ങളിൽ പ്രതിഷേധ ധർണ നടത്താനും ഫെബ്രുവരി 10-ന് റേഷൻ കടകളടച്ച് താലൂക്ക് കേന്ദ്രങ്ങളിൽ ഉപവാസ സമരം നടത്താനും തീരുമാനിച്ചു. ഇതിൽ പ്രശ്നങ്ങൾക്ക് പരിഹാരമായില്ലെങ്കിൽ ഫെബ്രുവരി 15 മുതൽ റേഷൻ കടകൾ അനിശ്ചിതകാലത്തേക്ക് അടച്ചിടാനും തീരുമാനിച്ചതായി യോഗത്തിൽ ഭാരവാഹികൾ അറിയിച്ചു. KSRRDA സ്റ്റേറ്റ് വൈസ് പ്രസിഡന്റ് V. പ്രഭാകരൻ നായർ, AKRRDA സ്റ്റേറ്റ് ജനറൽ സെക്രട്ടറി T. മുഹമ്മദ് അലി, KP അഷ്റഫ്, C. ചന്ദ്രൻ നായർ, K. കുഞ്ഞഹമ്മദ്, CK മുഹമ്മദ്, സദാനന്ദൻ എന്നിവർ യോഗത്തിൽ സംബന്ധിച്ചു. താൽക്കാലിക കെട്ടിടം ഒഴിയേണ്ടി വന്നതോടെ തോണിച്ചിറ അംബേദ്കർ അംഗൻവാടിയിലെ കുരുന്നുകൾ പെരുവഴിയിലായി. കസേരയും പഠനോപകരണങ്ങളുമായി പുറത്തിറങ്ങിയ കുട്ടികൾ തോണിച്ചിറ IHTP കോളനി റോഡിൽ ഇരുന്നായിരുന്നു വെള്ളിയാഴ്ചത്തെ പഠനം. സ്വന്തം കെട്ടിടമെന്ന സ്വപ്നം അവശേഷിക്കുമ്പോൾ ഇനി എന്തു ചെയ്യുമെന്ന ആധിയിലാണ് ജീവനക്കാരും രക്ഷിതാക്കളും. തോണിച്ചിറ IHTP കോളനിയിൽ വീടിനോട് ചേർന്ന താൽക്കാലിക ഷെഡിലായിരുന്നു അംഗൻവാടി. ഭൂവുടമ വീട് വിൽപ്പന നടത്തിയതോടെ അംഗൻവാടി ഒഴിയാൻ ആവശ്യപ്പെട്ടു. പുതിയ കെട്ടിടം കണ്ടെത്താൻ ജീവനക്കാരും വെൽഫെയർ കമ്മിറ്റി അംഗങ്ങളും നടത്തിയ ശ്രമങ്ങൾ വിഫലമായി. 31-ന് മുൻപ് അംഗൻവാടി ഒഴിഞ്ഞു തരണമെന്ന് ഉടമ അഭ്യർത്ഥിച്ചതോടെയാണ് വെള്ളിയാഴ്ച താൽക്കാലിക ഷെഡ് വിട്ടിറങ്ങിയത്. കുട്ടികളെയുമായി റോഡിലിരുന്ന് പഠനം നടത്തിയത് ആശങ്ക സൃഷ്ടിച്ചതോടെ പോലീസ് സ്ഥലത്തെത്തി താൽക്കാലികമായി പഴയ കെട്ടിടത്തിലേക്ക് മാറാൻ ആവശ്യപ്പെട്ടു. ഇതുപ്രകാരം വീട്ടുടമയുടെ അനുവാദത്തോടെ പഴയ കെട്ടിടത്തിലേക്ക് തന്നെ തിരിച്ചുകയറി. തുടർന്ന് രക്ഷിതാക്കൾ കുട്ടികളെയുമായി കലക്ടറേറ്റിലെത്തി കലക്ടർക്ക് നിവേദനം നൽകി. 2007-ൽ തുടങ്ങിയ അംഗൻവാടി ഏറെക്കാലം തോണിച്ചിറ IHTP കോളനി സാംസ്കാരിക നിലയത്തിലായിരുന്നു പ്രവർത്തിച്ചിരുന്നത്. സാംസ്കാരിക നിലയം തൊഴിലധിഷ്ഠിത പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കേണ്ടി വന്നതിനാൽ ഇക്കഴിഞ്ഞ മാർച്ചിൽ അവിടെ നിന്ന് ഒഴിവാക്കേണ്ടി വന്നു. കൌൺസിലർ ഇടപെട്ടെങ്കിലും സാംസ്കാരിക നിലയത്തിൽ അംഗൻവാടി പ്രവർത്തിപ്പിക്കാൻ കഴിഞ്ഞില്ല. ഇതോടെയാണ് സമീപത്തെ വീടിനോട് ചേർന്ന ഷെഡിലേക്ക് അംഗൻവാടി മാറ്റിയത്. ഇടുങ്ങിയ ഷെഡിൽ ദുരിതക്കടലിന് നടുവിലായിരുന്നു ഇവരുടെ പഠനം. കോർപ്പറേഷൻ 47-ാം ഡിവിഷനിലാണ് ദുരവസ്ഥയിൽ അംഗൻവാടി പ്രവർത്തിക്കുന്നത്. 18 കുട്ടികളുണ്ട്. വീട്ടുകാരുടെ ഔദാര്യം കൊണ്ട് മാത്രമായിരുന്നു ഇക്കാലം അത്രയും അംഗൻവാടിയുടെ പ്രവർത്തനം മുന്നോട്ടു പോയത്. എന്നിട്ടും ഇവിടെ കുട്ടികൾ അനുഭവിക്കുന്ന ദുരിതം കണ്ടില്ലെന്നടിക്കുകയാണ് അധികൃതർ. അംഗൻവാടികൾക്ക് കെട്ടിടം പണിയാൻ കോർപ്പറേഷന് ഫണ്ട് അനുവദിക്കാമെങ്കിലും ഭൂമി വാങ്ങാൻ വകുപ്പില്ല. കുറഞ്ഞ നിരക്കിൽ പ്രദേശത്ത് സ്ഥലം ലഭ്യമാകാത്തതാണ് കെട്ടിട നിർമ്മാണത്തിന് തടസ്സമെന്നാണ് അധികൃതർ പറയുന്നത്. CPM സംസ്ഥാന സെക്രട്ടറി നടത്തുന്ന കേരള രക്ഷാ മാർച്ചിന്റെ പ്രചരണാർത്ഥമായി എഴുതിയ ചുവരെഴുത്തിൽ സാമൂഹ്യ വിരുദ്ധരുടെ കരിയോയിൽ പ്രയോഗം. രാമനാട്ടുകര തോട്ടുങ്ങലിലാണ് ചുവരെഴുതി അല്പസമയത്തിനകമാണ് കരിയോയിൽ ഒഴിച്ചത്. ഫാറൂഖ് പോലീസ് കേസെടുത്തു. മതനിരപേക്ഷ ഇന്ത്യ വികസിത കേരളം എന്ന മുദ്രാവാക്യമുയർത്തി CPM സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയൻ നയിക്കുന്ന കേരള രക്ഷാ മാർച്ചിന്റെ പ്രചരണാർത്ഥം സ്ഥാപിച്ച ചുമരെഴുത്തുകളിൽ സാമൂഹ്യ വിരുദ്ധർ കരിയോയിൽ ഒഴിച്ചു. CPM രാമനാട്ടുകര തോട്ടുങ്ങൽ ലോക്കൽ കമ്മിറ്റി എഴുതിയ ചുവരെഴുത്തിന് മുകളിലാണ് കരിയോയിൽ ഒഴിച്ചത്. ചുവരെഴുതി അല്പസമയത്തിനകം തന്നെയാണ് കരിയോയിൽ ഒഴിച്ചത്. ഇതിനു മുമ്പും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ പ്രദേശത്ത് ആവർത്തിച്ചിട്ടുണ്ടെന്ന് CPM രാമനാട്ടുകര തോട്ടുങ്ങൽ ലോക്കൽ കമ്മിറ്റി ജോയിന്റ് സെക്രട്ടറി സുരേന്ദ്രൻ പറഞ്ഞു. ഫറോക്ക് പോലീസ് കേസെടുത്തു. ഫറോക്ക് SI ചന്ദ്രൻ സംഭവസ്ഥലം സന്ദർശിച്ചു. കുട്ടികളുടെ കലാവിരുന്നൊരുക്കി 6ാമത് സേവക് നഴ്സറി കലോത്സവത്തിന് തുടക്കമായി. പുതിയ SK സാംസ്കാരിക നിലയത്തിൽ 2 ദിവസങ്ങളായി നടക്കുന്ന കലോത്സവത്തിന്റെ ഉദ്ഘാടനം മന്ത്രി ഡോക്ടർ MK മുനീർ നിർവഹിച്ചു. കലാ സാംസ്കാരിക രംഗത്ത് 35 വർഷം പൂർത്തിയാക്കുന്ന സേവക് പുതിയറയുടെ ആഭിമുഖ്യത്തിൽ മലബാർ മേഖലയിലെ നഴ്സറി അംഗൻവാടി വിദ്യാർത്ഥികൾക്കായുള്ള 6ാമത് നഴ്സറി കലോത്സവത്തിന് തുടക്കമായി. 2 ദിവസങ്ങളായി പുതിയറ SK സാംസ്കാരിക നിലയത്തിലാണ് കലോത്സവത്തിന് വേദിയൊരുക്കിയത്. മന്ത്രി MK മുനീർ കലോത്സവം ഉദ്ഘാടനം ചെയ്തു. ഇവിടെയുള്ള കുട്ടികളിൽ പലരും അതുപോലെ വലിയ യശസ് ഉയർത്തി സമൂഹത്തിന്റെയൊക്കെ നക്ഷത്രങ്ങളായി മാറാൻ ഉള്ള കുട്ടികളാണ്. സംഘാടക സമിതി ചെയർമാൻ P. ദിവാകരൻ അധ്യക്ഷത വഹിച്ചു. സേവക് രക്ഷാധികാരി GP കൃഷ്ണൻകുട്ടി നായർ, സംഘാടക സമിതി ജനറൽ കൺവീനർ V. സുഗുണൻ, വാർഡ് കൌൺസിലർ K. ശ്രീകുമാർ, TK രത്നാകരൻ, PM P. പണിക്കർ, സുരേഷ് ബാബു എന്നിവർ സംബന്ധിച്ചു. 3 വേദികളിലായി 14 മത്സര ഇനങ്ങളിലാണ് കുട്ടികൾ മാറ്റുരയ്ക്കുന്നത്. മലയാളം, ഇംഗ്ലീഷ് വിഭാഗങ്ങൾക്ക് പ്രത്യേകമായാണ് മത്സരം. ഏറ്റവും കൂടുതൽ പോയിന്റ് ലഭിക്കുന്ന വിദ്യാർത്ഥികൾക്ക് സർഗപ്രതിഭ അവാർഡും 1, 2, 3 സ്ഥാനം ലഭിക്കുന്നവർക്ക് ട്രോഫിയും സർട്ടിഫിക്കറ്റുമാണ് നൽകുന്നത്. കൂടുതൽ പോയിന്റ് ലഭിക്കുന്ന നഴ്സറി വിദ്യാലയത്തിനും ക്യാഷ് അവാർഡും ട്രോഫിയും നൽകുന്നുണ്ട്.
കനോയിങ് കയാക്കിംഗ് ഇനങ്ങൾ ഒളിമ്പിക്സിൽ ഇന്ത്യക്ക് മെഡൽ നേടാൻ ഏറ്റവും അനുയോജ്യമായ ഇനങ്ങളാണെന്ന് ഒളിമ്പ്യൻ PT ഉഷ. കൊയിലാണ്ടി നെല്ലിയാടിക്കടവ് ഇന്ത്യൻ കേംബർ സാഹസിക വിനോദസഞ്ചാര ഗ്രൂപ്പിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച കനോയിങ് കയാക്കിംഗ് പരിശീലന പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ. കൊയിലാണ്ടി നെല്ലിയാടിക്കടവ് ഇന്ത്യൻ കേംബർ സാഹസിക വിനോദസഞ്ചാര ഗ്രൂപ്പിന്റെ നേതൃത്വത്തിലാണ് കയാക്കിംഗ്, കനോയിങ്, റോബിംഗ്, ക്യാമ്പിംഗ് തുടങ്ങിയ പരിശീലനത്തിന് തുടക്കമായത്. സ്കൂൾ കോളേജുകളിലെ വിദ്യാർത്ഥികളെയും യുവാക്കളെയും ലക്ഷ്യമാക്കി ആരംഭിച്ച പരിശീലന പരിപാടികളുടെ ഉദ്ഘാടനം ഒളിമ്പ്യൻ PT ഉഷ നിർവഹിച്ചു. ഒളിമ്പിക്സിൽ ഇന്ത്യക്ക് മെഡൽ നേടാൻ ഏറ്റവും അനുയോജ്യമായ ഇനമാണ് കനോയിങ് കയാക്കിംഗ് ഇനങ്ങളെന്ന് PT ഉഷ പറഞ്ഞു. രാജ് ശർമ്മ, ഉസൈൻ, ഡോക്ടർ രാജൻ തുടങ്ങിയവർ പരിപാടിയിൽ സംബന്ധിച്ചു. സൌത്ത് നിയോജക മണ്ഡലം വികസന പദ്ധതിയായ വിഷൻ 2010ന്റെ ഭാഗമായി എല്ലാവർക്കും ആരോഗ്യം ലക്ഷ്യമിട്ട് സുഗതം 2014 മെഗാ മെഡിക്കൽ ക്യാമ്പ് ഫെബ്രുവരി 9 മീൻചന്ത ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കും. രാവിലെ 8 മുതൽ ഉച്ചയ്ക്ക് 2 വരെയാണ് ക്യാമ്പെന്ന് മന്ത്രി ഡോക്ടർ MK മുനീർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഇതിൻ്റെ കൂടെ തന്നെ ക്യാൻസർ ഡിറ്റക്ഷനും ഉണ്ട്. മലബാർ ക്യാൻസർ സെൻറ്റർ അവിടെ നിന്നുള്ള സൊസൈറ്റിയിൽ നിന്നുള്ള മൊബൈൽ വാഹനം ഇവിടെ വരുന്നുണ്ട്. അന്ന് ഡിറ്റക്റ്റ് ചെയ്യുന്ന ഏതെങ്കിലും കേസസ് ഉണ്ടെങ്കിൽ അവിടെ വെച്ച് തന്നെ ക്രയോ സർജറി അടക്കം ചെയ്യാൻ പറ്റുന്ന സംവിധാനമാണ് ഉള്ളത്. മുൻകൂട്ടി രജിസ്റ്റർ ചെയ്ത 5000-ലേറെ പേർ ക്യാമ്പിൽ പങ്കെടുക്കുമെന്ന് മന്ത്രി അറിയിച്ചു. ക്യാമ്പിലെത്തുന്നവർക്ക് തുടർ ചികിത്സയ്ക്ക് മെഡിക്കൽ കോളേജിൽ പ്രത്യേക പരിഗണന നൽകും. സ്വകാര്യ ആശുപത്രിയിൽ 25%, ലാബുകളിൽ 30% ഇളവ് നൽകുമെന്നും ഉറപ്പു നൽകിയിട്ടുണ്ട്. രോഗങ്ങളെപ്പറ്റിയും രോഗശൈലി രോഗങ്ങളെപ്പറ്റിയും ബോധവൽക്കരണമുണ്ടാകും. മലബാർ ക്യാൻസർ സെന്ററിന്റെ ആധുനിക ക്യാൻസർ നിർണയ ചികിത്സാ വാഹനം ക്യാമ്പിൽ സജ്ജമാക്കും. ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ കോഴിക്കോട് ബ്രാഞ്ച്, കോഴിക്കോട് മെഡിക്കൽ കോളേജ് തുടങ്ങിയവരുടെ സഹകരണത്തോടെയാണ് ക്യാമ്പ് നടക്കുന്നത്. ക്യാമ്പിന്റെ നോഡൽ ഏജൻസിയായി കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലോക്കൽ അഡ്മിനിസ്ട്രേഷനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. K. മൊയ്തീൻ കോയ, PV ഗംഗാധരൻ, ഡോക്ടർ ബാലകൃഷ്ണൻ, ഡോക്ടർ റോഷൻ ബിജിലി, കമാൽ വരദൂർ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. വാർത്തയിൽ ഒരിടവേള കൂടി. The handcrafted collection by Kalyan Sarees. അരയിടത്തുപാലം, കോഴിക്കോട്. ഗ്രാൻഡ് സർക്കാസ്, കോഴിക്കോട്. കോഴിക്കോട് KTC ഗ്രൗണ്ടിൽ മിംസ് ഹോസ്പിറ്റലിനു സമീപം ജനുവരി 24 മുതൽ ഉച്ചയ്ക്ക് 1 മണിക്കും വൈകുന്നേരം 4 മണിക്കും രാത്രി 7 മണിക്കും ഗ്രാൻഡ് സർക്കാസ്. ദിവസേന 3 പ്രദർശനങ്ങൾ. അഭ്യാസ പ്രകടനത്തിന്റെ അത്ഭുത കാഴ്ചകളുമായി കോഴിക്കോട് മിംസ് ഹോസ്പിറ്റലിനു സമീപം KTC ഗ്രൗണ്ട്, മിനി ബൈപ്പാസ്, കോഴിക്കോട്. ഗ്രാൻഡ് സർക്കാസ്. വാർത്തകൾ തുടരുന്നു. ഇന്ത്യക്കാരുടേതായി സ്വിസ് ബാങ്കിലുള്ള പണം ഇന്ത്യയിൽ തിരിച്ചുകൊണ്ടുവന്ന് രാജ്യത്തെ വിദ്യാഭ്യാസം, പാർപ്പിടം, കുടിവെള്ളം തുടങ്ങിയ അടിസ്ഥാന വികസനങ്ങൾക്ക് ചിലവഴിക്കണമെന്ന് ABVP അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ശ്രീഹരി ബോരിക്കർ. ABVP സംസ്ഥാന സമ്മേളനം കോഴിക്കോട് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംരക്ഷിക്കുക പ്രകൃതിയും വിദ്യാഭ്യാസവും എന്ന മുദ്രാവാക്യമുയർത്തി ABVP സംസ്ഥാന സമ്മേളനത്തിന് തുടക്കമായി. വിദ്യാർത്ഥികളുടെ പ്രകടനത്തോടെയാണ് 2 ദിവസത്തെ സംസ്ഥാന സമ്മേളനം ആരംഭിച്ചത്. ABVP അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ശ്രീഹരി ബോരിക്കർ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. രാജ്യത്തിന്റെ വികസനം തകർക്കുന്ന രീതിയിൽ അഴിമതി പെരുകുകയാണ്. 4 ലക്ഷം കോടി കള്ളപ്പണമാണ് ഇന്ത്യക്കാരുടേതായി സ്വിസ് ബാങ്കുകളിൽ സ്വീകരിച്ചിട്ടുള്ളതെന്ന് ശ്രീഹരി ബോരിക്കർ പറഞ്ഞു. ഈ പണം ഇന്ത്യയിൽ തിരിച്ചുകൊണ്ടുവന്ന് രാജ്യത്തെ വിദ്യാഭ്യാസം, പാർപ്പിടം, കുടിവെള്ളം തുടങ്ങിയ അടിസ്ഥാന വികസനങ്ങൾക്ക് ചെലവഴിക്കണമെന്നും ബോരിക്കർ പറഞ്ഞു. സ്വാഗത സംഘം ചെയർമാനും പ്രശസ്ത കൃഷിശാസ്ത്രജ്ഞനുമായ ഡോക്ടർ KP പ്രഭാകരൻ അധ്യക്ഷനായിരുന്നു. ചടങ്ങിൽ ആദിവാസി സംഘടനാ നേതാവ് PR വിജയൻ, എൻഡോസൾഫാൻ വിരുദ്ധ സമരസമിതി നേതാവ് അമ്പലത്തറ കുഞ്ഞികൃഷ്ണൻ, അരിപ്പ് ഭൂസമര നായകൻ ശ്രീരാമൻ കൊയ്യോൻ, കണ്ടൽ വന സംരക്ഷക നായകൻ കല്ലേൻ പൊക്കുടൻ എന്നിവരെ ആദരിച്ചു. ABVP സംസ്ഥാന പ്രസിഡന്റ് CK രാജേഷ്, സെക്രട്ടറി ഡോക്ടർ BR അരുൺ,
പി പുഗീബ് ബാബു, ധീരജ് തുടങ്ങിയവർ സംബന്ധിച്ചു. ABVP പ്രകടനത്തിന് സംസ്ഥാന നേതാക്കളായ CK രാജേഷ്, ഡോക്ടർ BR അരുൺ, A പ്രിന്റു, K സനൂപ്, S ആതിര, ജിൻമേഷ് ലാൽ എന്നിവർ നേതൃത്വം നൽകി. മാറാട് സ്പർശം തൊഴിൽദാന പദ്ധതിയുടെ തുടർച്ചയായി തൊഴിൽ സംരംഭങ്ങൾ തുടങ്ങുന്നതിന് 3 യൂണിറ്റുകൾ ആരംഭിക്കാൻ തീരുമാനിച്ചതായി ജില്ലാ കലക്ടർ CA ലത വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 3 തൊഴിൽ പദ്ധതികളുടെ ഉദ്ഘാടനവും മാറാട് സിവിൽ അഡ്മിനിസ്ട്രേഷൻ കൺട്രോൾ റൂം കെട്ടിടം ഉദ്ഘാടനവും ഫെബ്രുവരി 2 രാവിലെ 9 മണിക്ക് ഫിഷറീസ് മന്ത്രി K ബാബു നിർവഹിക്കുമെന്നും അവർ അറിയിച്ചു. ഫിഷറീസ്, ഗ്രാമവികസന, പരിസ്ഥിതി വകുപ്പുകളുടെ സഹകരണത്തോടെയാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. മത്സ്യ സംസ്കരണത്തിനും മത്സ്യം ഉപയോഗിച്ച് നിർമ്മിക്കുന്ന വിവിധ ഭക്ഷ്യോൽപ്പന്നങ്ങളുടെ കയറ്റുമതിക്കും ഉണക്ക പച്ചമത്സ്യ യൂണിറ്റുകൾ, അലങ്കാര മത്സ്യ വളർത്തു പരിപാലന യൂണിറ്റ് എന്നിവയുമാണ് തുടങ്ങുന്നത്. ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റിന്റെ സഹകരണത്തോടെയാണ് പദ്ധതി. ഗ്രാമവികസന വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന സുഭിക്ഷ പദ്ധതിയുമായി ചേർന്ന് സോപ്പ് നിർമ്മാണം, മെഴുകുതിരി നിർമ്മാണം, നാളികേരത്തിൽ നിന്ന് വിവിധ മൂല്യവർദ്ധിത ഭക്ഷ്യോൽപ്പന്നങ്ങൾ എന്നിവയുടെ യൂണിറ്റുകളും സ്ഥാപിക്കും. ശാസ്ത്ര സാങ്കേതിക വകുപ്പിന്റെ നേതൃത്വത്തിൽ ഔഷധ സസ്യകൃഷി യൂണിറ്റും വീട്ടമ്മമാർക്കായി ഔഷധ കൃഷി പരിശീലന പരിപാടിയും ആരംഭിക്കുമെന്നും 100-ലധികം സ്ത്രീകൾക്ക് ഈ പദ്ധതി വഴി തൊഴിൽ നൽകുമെന്നും അവർ അറിയിച്ചു. മാറാട് സ്പർശം 1ാം ഘട്ടത്തിൽ ആരംഭിച്ച വിവിധ യൂണിറ്റുകൾ പുനരുജ്ജീവിപ്പിക്കുന്ന നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. നിലവിലെ തയ്യൽ യൂണിറ്റിന്റെ ഇലക്ട്രിക്കൽ റീവയറിംഗ് പൂർത്തിയാക്കി. കൂടാതെ പുതിയ തയ്യൽ മെഷീനുകൾ, ഒരു ഇലക്ട്രിക്കൽ അയൺ ബോക്സ്, കട്ടിംഗ് മെഷീൻ, 2 പുതിയ ഫാൻ എന്നിവയും അനുവദിച്ചു. നവീകരിച്ച തയ്യൽ യൂണിറ്റിൽ 33 സ്ത്രീകൾക്ക് പേപ്പർ ബാഗ് നിർമ്മാണത്തിന് പരിശീലനം നൽകിയിട്ടുണ്ട്. പൂട്ടിക്കിടന്ന സ്ക്രാപ്പ് യൂണിറ്റ് ഭാഗികമായി പ്രവർത്തനം ആരംഭിച്ചു. സ്ക്രാപ്പ് യൂണിറ്റിലേക്കും അപ്പർ സ്റ്റിച്ചിംഗ് യൂണിറ്റിലേക്കും 2 പുതിയ ഫാനുകൾ നൽകിയതായും കലക്ടർ പറഞ്ഞു. നിർമ്മാണ പ്രവൃത്തികൾ പൂർത്തിയാക്കിയ മാറാട് സിവിൽ അഡ്മിനിസ്ട്രേഷനു വേണ്ടി ആരംഭിച്ച പുതിയ കൺട്രോൾ റൂമിന്റെ പ്രവർത്തനം ഉടൻ ആരംഭിക്കുമെന്നും കലക്ടർ പറഞ്ഞു. സമാന മനസ്കരുമായി തന്റെ ആകുലതകളെ പങ്കുവെക്കാനായില്ലെങ്കിൽ കുറ്റബോധം തോന്നുമെന്ന് MT വാസുദേവൻ നായർ. കവിത എഴുതാൻ നടത്തിയ ശ്രമം പരാജയപ്പെട്ടാണ് താൻ കഥയെഴുത്തിലേക്ക് തിരിഞ്ഞതെന്നും അദ്ദേഹം പറഞ്ഞു. കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ വിശിഷ്ടാംഗത്വം അക്കാദമി പ്രസിഡന്റ് വിശ്വനാഥ് പ്രസാദ് തിവാരിയിൽ നിന്നും ഏറ്റുവാങ്ങി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ആദ്യ അക്കാദമി അവാർഡ് സ്വീകരണത്തിന്റെ ഓർമ്മകൾ നിറഞ്ഞു നിന്ന ചടങ്ങിൽ MT വാസുദേവൻ നായർ കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ വിശിഷ്ടാംഗത്വം സ്വീകരിച്ചു. അക്കാദമി പ്രസിഡന്റ് വിശ്വനാഥ് പ്രസാദ് തിവാരി അംഗത്വം സമ്മാനിച്ചു. 1971 ഡൽഹിയിൽ നടന്ന ചടങ്ങിൽ അക്കാദമി പ്രസിഡന്റ് ഡോക്ടർ സുനീതി കുമാർ ചാറ്റർജിയിൽ നിന്ന് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് സ്വീകരിക്കുമ്പോൾ ചടങ്ങിന് ബഹളങ്ങളൊന്നുമില്ലായിരുന്നു എന്ന് MT ഓർമ്മിച്ചു. എന്നാൽ യുവ എഴുത്തുകാരനായ തനിക്ക് ആ ചടങ്ങ് മഹാസംഭവമായിരുന്നു. മറ്റു ഭാഷകളിൽ നിന്നുള്ള എഴുത്തുകാരെല്ലാം മുതിർന്നവരായിരുന്നുവെന്നത് തന്നിൽ നേരിയ പരിഭ്രമമുണ്ടാക്കിയെന്നും അദ്ദേഹം വ്യക്തമാക്കി. Sometimes I go away to remote places, then I realize that I want undisturbed solitude, and at the same time I want to be involved in the bustle of routine life. അക്കാദമി പ്രസിഡന്റ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സെക്രട്ടറി K ശ്രീനിവാസ റാവു, KP ശങ്കരൻ, സുനിൽ P ഇളയിടം, EP രാജഗോപാലൻ, ആലങ്കോട് ലീലാകൃഷ്ണൻ എന്നിവർ സംബന്ധിച്ചു. ഡോക്ടർ MN കാരശ്ശേരി എഡിറ്റ് ചെയ്ത് തൃശൂർ കറന്റ് ബുക്സ് പ്രസിദ്ധീകരിച്ച MTയുടെ തിരഞ്ഞെടുത്ത ലേഖനങ്ങൾ എന്ന പുസ്തകം ചടങ്ങിൽ MTക്ക് നൽകി വിശ്വനാഥ് പ്രസാദ് തിവാരി പ്രകാശനം ചെയ്തു. കോഴിക്കോട് ജില്ലയിൽ മാത്രം 38 കോടിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് ദേശീയ ഗെയിംസ് മുന്നിൽ കണ്ട് നടക്കുന്നതെന്ന് കായിക മന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. നാഷണൽ ഗെയിംസിനോടനുബന്ധിച്ച് 5 കോടി രൂപ ചിലവിൽ നവീകരിച്ച VK കൃഷ്ണമേനോൻ ഇൻഡോർ സ്റ്റേഡിയം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. നാഷണൽ ഗെയിംസിനോടനുബന്ധിച്ച് 5 കോടി രൂപ ചെലവിൽ നവീകരിച്ച VK കൃഷ്ണമേനോൻ ഇൻഡോർ സ്റ്റേഡിയം കായിക മന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. കേരളത്തിൽ നാഷണൽ ഗെയിംസ് നടത്തുന്നതുമായി ബന്ധപ്പെട്ട് ഈ മാസം 10-ന് ഡൽഹിയിൽ ചർച്ച നടത്തുമെന്ന് മന്ത്രി പറഞ്ഞു. സംസ്ഥാനത്തെ കളിക്കളങ്ങളുടെ നിർമ്മാണം 80% പൂർത്തിയായിട്ടുണ്ട്. കോഴിക്കോട് ജില്ലയിൽ മാത്രം 38 കോടിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് ദേശീയ ഗെയിംസ് മുന്നിൽ കണ്ടുകൊണ്ട് നടക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു. ഈ രംഗത്തെല്ലാം തന്നെ കോഴിക്കോട് മാത്രമായി ഏറെക്കുറെ 38 കോടി രൂപയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നമ്മൾ നടത്തുകയാണ്. എനിക്ക് തോന്നുന്നത് കോഴിക്കോടിന്റെ ചരിത്രത്തിൽ ആദ്യമായിരിക്കും എന്നാണ്. 38 കോടി രൂപയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ സ്പോർട്സ് രംഗത്ത് മാത്രമാണ്. സാമൂഹ്യനീതി മന്ത്രി ഡോക്ടർ MK മുനീർ അധ്യക്ഷം വഹിച്ചു. ഫ്ലഡ് ലൈറ്റ് സ്വിച്ച് ഓൺ കർമ്മം പ്രദീപ് കുമാർ MLA നിർവഹിച്ചു. PA ഹംസ മുഖ്യപ്രഭാഷണം നടത്തി. സ്പോർട്സ് കൌൺസിൽ സംസ്ഥാന പ്രസിഡന്റ് പത്മിനി തോമസ് സ്റ്റേഡിയം താക്കോൽ കൈമാറ്റം നിർവഹിച്ചു. ജില്ലാ കളക്ടർ CA ലത, NGOC മെമ്പർമാരായ TP ദാസൻ, PV ഗംഗാധരൻ തുടങ്ങിയവർ പങ്കെടുത്തു.
നാഷണൽ ഗെയിംസ് സെക്രട്ടേറിയറ്റ് ചീഫ് കമ്മീഷണർ ജേക്കബ് പുന്നൂസ് സ്വാഗതവും ജില്ലാ സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റ് KJ മത്തായി നന്ദിയും പറഞ്ഞു. ദേശീയപാതയിൽ കൊയിലാണ്ടി മീത്തലെ പള്ളിക്ക് സമീപം ബൈക്കിൽ ലോറി ഇടിച്ച് 2 പേർ മരിച്ചു. വെള്ളിയാഴ്ച വൈകിട്ടാണ് അപകടം നടന്നത്. കൊയിലാണ്ടി മേലൂർ തൈക്കണ്ടി താഴെ പൂക്കാട്ട് ഹൌസിൽ രാഘവൻ, മേലൂർ കച്ചേരിപ്പാറ വളഞ്ചേരി ഉണ്ണികൃഷ്ണൻ എന്നിവരാണ് മരിച്ചത്. ദേശീയപാതയിൽ മീത്തലക്കണ്ടി പള്ളിക്ക് സമീപം മീൻ ലോറി ബൈക്കിലിടിച്ചാണ് ബൈക്ക് യാത്രികരായ 2 പേർ മരിച്ചത്. മേലൂർ പൂക്കാട്ട് രാഘവൻ, മേലൂർ കച്ചേരിപ്പാറയ്ക്ക് സമീപം വളഞ്ചേരി ഉണ്ണികൃഷ്ണൻ എന്നിവരാണ് മരിച്ചത്. വെള്ളിയാഴ്ച വൈകിട്ടായിരുന്നു അപകടം. വടകര ഭാഗത്തേക്ക് പോവുകയായിരുന്ന ലോറി മറ്റൊരു വാഹനത്തെ മറികടക്കുന്നതിനിടയിൽ ചെങ്ങോട്ടുകാവിലേക്ക് പോവുകയായിരുന്ന ബൈക്കിൽ ഇടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ ഇരുവരും സംഭവസ്ഥലത്ത് തന്നെ മരിച്ചു. ഗൾഫിലായിരുന്ന ഉണ്ണികൃഷ്ണൻ ഒരാഴ്ച മുൻപാണ് നാട്ടിലെത്തിയത്. കൊയിലാണ്ടി ടൗണിൽ പോയി തിരിച്ചു വരുമ്പോഴാണ് അപകടം. ഉണ്ണികൃഷ്ണനായിരുന്നു ബൈക്ക് ഓടിച്ചിരുന്നത്. സംസ്കാരം ശനിയാഴ്ച നടന്നു. വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് www.jillavartagal.com. കെ രാഘവൻ മാസ്റ്ററുടെ പേരിൽ കേരള മാപ്പിള കലാ അക്കാദമി ഏർപ്പെടുത്തിയ സംഗീതരത്ന പുരസ്കാരം പത്മശ്രീ KS ചിത്രയ്ക്ക് സമർപ്പിക്കും. ഫെബ്രുവരി 23 ഞായറാഴ്ച വൈകിട്ട് തലശ്ശേരി മുനിസിപ്പൽ ടൗൺ ഹാളിൽ വെച്ച് നടക്കുന്ന ചടങ്ങിലാണ് പുരസ്കാരം സമർപ്പിക്കുന്നത്. ചടങ്ങിൽ ചലച്ചിത്ര, രാഷ്ട്രീയ, സാംസ്കാരിക കലാരംഗത്തെ പ്രമുഖർ സംബന്ധിക്കുമെന്നും സംഘാടകർ പറഞ്ഞു. 51,001 രൂപയും പ്രശസ്തി പത്രവും ഫലകവും അടങ്ങുന്നതാണ് പുരസ്കാരം. മതം സുരക്ഷയാണ് എന്ന പ്രമേയത്തിൽ കോഴിക്കോട് ജില്ലാ മുജാഹിദ് ദവാ സമ്മേളനം ഞായറാഴ്ച ഉച്ചയ്ക്ക് 2:30 മുതൽ 9:30 വരെ അടിവാരം കൈതപ്പൊയിൽ പഞ്ചായത്ത് സ്റ്റേഡിയത്തിൽ നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ലോകം ഇന്ന് നേരിടുന്ന തീവ്രവാദം, പലിശ, വ്യഭിചാരം, ആത്മീയ ചൂഷണം തുടങ്ങിയ സാമൂഹ്യ തിന്മകൾക്കെതിരെ സമൂഹത്തെ ബോധവൽക്കരിക്കുക എന്നതാണ് ദവാ സമ്മേളനത്തിലൂടെ ലക്ഷ്യമാക്കുന്നത്. സമ്മേളനം MA ഷാനവാസ് MP ഉദ്ഘാടനം ചെയ്യും. C മോയിൻകുട്ടി MLA മുഖ്യാതിഥിയായി പങ്കെടുക്കും. ദവാ വിംഗ് ചെയർമാൻ ഉമ്മർ അത്തോളി അധ്യക്ഷം വഹിക്കും. മലപ്പുറം ജില്ലയിലെ പുളിക്കൽ സ്വദേശി മഹിളാ കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റുമായ അഡ്വക്കേറ്റ് ഫാത്തിമ റോസ്നയ്ക്ക് 2013 ഏറ്റവും മികച്ച പൊതുപ്രവർത്തകയ്ക്കുള്ള അബാഗ് യുവപ്രതിഭ അവാർഡ് നൽകും. ഫെബ്രുവരി അവസാനം കോഴിക്കോട് വെച്ച് നടക്കുന്ന ചടങ്ങിൽ അവാർഡ് സമ്മാനിക്കുമെന്ന് സംഘാടകർ അറിയിച്ചു. മന്ത്രിമാർ, സാംസ്കാരിക നായകന്മാർ എന്നിവർ ചടങ്ങിൽ സംബന്ധിക്കും. എയ്ഡഡ് ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ 23ാം സംസ്ഥാന സമ്മേളനം ഫെബ്രുവരി 2 മുതൽ 4 വരെ കോഴിക്കോട് നടക്കും. സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായുള്ള പ്രതിനിധി സമ്മേളനം VM സുധീരൻ ഉദ്ഘാടനം ചെയ്യും. 3 നടക്കുന്ന ഉദ്ഘാടന സമ്മേളനം കേന്ദ്ര ആഭ്യന്തര വകുപ്പ് മന്ത്രി മുല്ലപ്പള്ളി രാമചന്ദ്രൻ നിർവഹിക്കും. വിദ്യാഭ്യാസ സമ്മേളനത്തിന്റെ ഉദ്ഘാടനം KPCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് KP അനിൽകുമാറും നിർവഹിക്കും. സൗഹൃദ സാഹിത്യ സമ്മേളനം ആര്യടൻ ഷൗക്കത്തും, സാംസ്കാരിക സമ്മേളനം KPCC ജനറൽ സെക്രട്ടറി T സിദ്ദിഖും, വിദ്യാഭ്യാസ സമ്മേളനം മുൻ മന്ത്രിയും ACC അംഗവുമായ അഡ്വക്കേറ്റ് P ശങ്കരനും ഉദ്ഘാടനം ചെയ്യും. ചിട്ടി നടത്തിപ്പിനുള്ള വിഷമതകളും തലയാൾക്കുണ്ടാകുന്ന സാമ്പത്തിക നഷ്ടങ്ങളെക്കുറിച്ച് ശരിയായ രീതിയിൽ അന്വേഷിക്കുന്നതിനും യഥാർത്ഥ അവസ്ഥ മനസ്സിലാക്കുന്നതിനുമായി സർക്കാർ ഒരു കമ്മീഷനെ ഏർപ്പാട് ചെയ്യണമെന്ന് ഓൾ കേരള രജിസ്റ്റേർഡ് ചിട്ടി ഫോർമേഴ്സ് അസോസിയേഷൻ കോഴിക്കോട് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ചിട്ടി ബിസിനസിലെ അശാസ്ത്രീയ നികുതി വർധനവും സ്റ്റാമ്പ് ഡ്യൂട്ടി വർധനവും ഉപേക്ഷിക്കുക, ചിട്ടി ഉടമകളെയും ചിട്ടി വരക്കാരെയും സംരക്ഷിക്കുന്ന നയം സർക്കാർ സ്വീകരിക്കുക, ചിട്ടി ഉടമകളെ ആത്മഹത്യയിലേക്ക് നയിക്കുന്ന സർക്കാർ നയം തിരുത്തുക എന്നീ ആവശ്യങ്ങളും ഇവർ ഉന്നയിച്ചു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. വിലാസം www.jillavartagal.com. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സംസ്ഥാനത്തെ മുഴുവൻ പൊതുവിദ്യാലയങ്ങളെയും മെച്ചപ്പെടുത്തുന്ന പ്രവർത്തനങ്ങളുമായാണ് സമഗ്ര വിദ്യാഭ്യാസ പദ്ധതി മുന്നോട്ട് പോകുന്നതെന്ന് മന്ത്രി MK മുനീർ. സംസ്ഥാനത്ത് സാമ്പത്തിക പ്രയാസങ്ങൾ ഉണ്ടെങ്കിലും ജീവനക്കാർക്ക് ആനുകൂല്യങ്ങൾ ലഭ്യമാക്കുന്നതിൽ സർക്കാർ ഒരു തടസ്സവും ഉണ്ടാക്കില്ലെന്ന് മന്ത്രി ആര്യാടൻ മുഹമ്മദ്. രണ്ട് ദിവസങ്ങളിലായി കോഴിക്കോട്ട് നടന്ന ABVP സംസ്ഥാന സമ്മേളനത്തിന് സമാപനമായി. വാർത്തകളുടെ ഈ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് കല്യാൺ സാരീസ്, അരയിടത്ത് പാലം, കോഴിക്കോട്.